മോഹൻലാൽ ചിത്രം ദൃശ്യം 3 ബോക്സ് ഓഫീസിൽ തരംഗം സൃഷ്ടിച്ച് മുന്നേറുകയാണ്. ഇപ്പോൾ ബോളിവുഡ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് സിനിമയുടെ ഹിന്ദി പതിപ്പിന് വേണ്ടിയാണ്. സിനിമയുടെ മലയാളം പതിപ്പിൽ നിന്നും വ്യത്യസ്തമായ കഥയാണ് ഹിന്ദി റീമേക്ക് എന്ന് സംവിധായകൻ പറഞ്ഞു. കൂടാതെ ഹിന്ദി പതിപ്പ് ഒരു ഫാമിലി ത്രില്ലറിനാണ് കൂടുതൽ ഊന്നൽ നൽകുന്നതെന്നും അഭിഷേക് പഥക് വ്യക്തമാക്കി. മലയാളത്തിൽ റെക്കോർഡുകൾ തകർത്ത് മുന്നേറുകയാണ് മോഹൻലാൽ ജിത്തു ജോസഫ് ചിത്രം ദൃശ്യം 3. ആഗോള ബോക്സ് ഓഫീസിലേക്ക് ചിത്രം കുതിക്കുകയാണ്. 250 കോടിയിലധികമാണ് ചിത്രം ഇപ്പോൾ സ്വന്തമാക്കിയത്. മറുഭാഷ പ്രേക്ഷകരും ആവേശത്തോടെ തന്നെയാണ് മോഹൻലാലിന്റെ ദൃശ്യം 3 വരവേറ്റത്. ശരിക്കും ബോളിവുഡിന്റെ ഒരു ഫ്രാഞ്ചൈസി ഇത്രയധികം ഹിറ്റാകുന്നതും ആദ്യം തന്നെയാണ്. ദൃശ്യം സീരീസിനുള്ള സവിശേഷ നേട്ടമാണതെന്ന് വേണമെങ്കിൽ പറയാം. ഇതുകൊണ്ട് തന്നെ ഫ്രാഞ്ചൈസിയുടെ 3ാം ഭാഗം വരുന്നതായ വിവരം അറിഞ്ഞതു മുതൽ മറുഭാഷ പ്രേക്ഷകർക്കിടയിലും കാത്തിരിപ്പുയർന്നു. മലയാളത്തിനൊപ്പം തമിഴ്, തെലുങ്ക്, കന്നഡ പതിപ്പുകളും ഒരേ ദിവസമാണ് തിയേറ്ററുകളിലെത്തിയത്. മോഹൻലാലിന്റെ പിറന്നാൾ ദിവസത്തിലായിരുന്നു ദൃശ്യം 3യുടെ റിലീസ് ഉണ്ടായിരുന്നത്. എന്നാൽ മോഹൻലാലിനെ വെട്ടാൻ ഹിന്ദിയിൽ ദൃശ്യം 3 ഒരുങ്ങിക്കഴിഞ്ഞു. ഹിന്ദി റീമേക്ക് അതിന്റെ പണിപ്പുരയിലാണെന്നാണ് റിപ്പോർട്ടുകൾ. അതിന്റെ റിലീസ് തീയതി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. ഒക്ടോബർ 2-നാണ് ദൃശ്യം 3 ഹിന്ദി പതിപ്പെത്തുക. ഇന്ത്യ ഒട്ടാകെയുള്ള ദൃശ്യം ആരാധകർക്കിടയിലും സിനിമാ പ്രേമികൾക്കിടയിലും ഹിന്ദി പതിപ്പിന് മുൻതൂക്കം ലഭിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. ദൃശ്യം 3യുടെ ഹിന്ദി പതിപ്പിന്റെ ചിത്രീകരണം അവസാനിച്ചെന്ന് അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ അണിയറ പ്രവർത്തകർ. ഷൂട്ടിംഗ് പൂർത്തിയായത് അറിയിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് സംവിധായകൻ അഭിഷേക് പഥക് പങ്കുവെക്കുകയും ചെയ്തു. ഇത് സോഷ്യൽ മീഡിയയിലും ഹിറ്റായി. ദൃശ്യം 3യുടെ ചിത്രീകരണം പൂർത്തിയായി. കഴിഞ്ഞ കുറേ മാസങ്ങളായി ഈ സിനിമയായിരുന്നു ഞങ്ങളുടെ ലോകം. ഒട്ടനവധി രാപ്പകലുകൾ ഞങ്ങൾ ഒരുമിച്ചു ചിലവഴിച്ചു. രംഗങ്ങൾക്കായി പരിശ്രമിച്ചു, പ്രശ്നങ്ങൾ പരിഹരിച്ചു, ചിരി പങ്കിട്ടു, വെല്ലുവിളികളെ അതിജീവിച്ചു. സാവധാനം ഈ കഥയ്ക്ക് ജീവൻ നൽകി. ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ വ്യക്തികൾക്കും എൻ്റെ നന്ദി. നിങ്ങളുടെ വിശ്വാസത്തിനും കഠിനാധ്വാനത്തിനും ക്ഷമയ്ക്കും ഈ സിനിമയുടെ ഓരോ ഘട്ടത്തിലും നിങ്ങൾ നൽകിയ പിന്തുണയ്ക്കും നന്ദി. നല്ല ദിവസങ്ങൾ, ബുദ്ധിമുട്ടുള്ള ദിവസങ്ങൾ, അസാധാരണമായ ദിവസങ്ങൾ എന്നിവയെല്ലാം ഉണ്ടായിരുന്നിട്ടും നിങ്ങൾ ഓരോ തവണയും അവിടെ ഉണ്ടായിരുന്നു. നിങ്ങളിൽ നിന്നുള്ളതെല്ലാം എനിക്ക് നൽകി. ഈ സിനിമയിൽ നിങ്ങളിൽ ഓരോരുത്തരുടെയും ഒരു ഭാഗമുണ്ട്. നിങ്ങളുടെ പ്രയത്നം, നിങ്ങളുടെ അഭിനിവേശം, നിങ്ങളുടെ ഹൃദയം എന്നിവ ഓരോ ഫ്രെയിമിലും കാണാം. ഇത്രയും മികച്ച ആളുകളോടൊപ്പം ഈ യാത്ര പങ്കിട്ടതിൽ ഞാൻ അതീവ ഭാഗ്യവാനാണ്. ഈ കഥ പറയാൻ എന്നെ സഹായിച്ചതിന് നന്ദിയെന്നും അഭിഷേക് പറയുന്നു. അജയ് ദേവ്ഗൺ നായകനായി എത്തുന്ന ഈ സിനിമയിൽ ശ്രേയ ശരൺ, പ്രകാശ് രാജ്, തബു എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തുന്നുണ്ട്. 2015-ലായിരുന്നു ദൃശ്യം ഹിന്ദി റീമേക്ക് റിലീസ് ചെയ്തത്. ആഗോളതലത്തിൽ 150 കോടിയോളം രൂപയായിരുന്നു ചിത്രം സ്വന്തമാക്കിയത്. ദൃശ്യം 2 ഹിന്ദി ഭാഗം റിലീസ് ചെയ്തത് 2022-ലാണ്. സിനിമയുടെ മലയാളം പതിപ്പ് ആമസോൺ പ്രൈമിലൂടെ OTT സ്ട്രീമിംഗ് ചെയ്യുകയായിരുന്നു. എന്നാൽ ഹിന്ദി പതിപ്പ് തിയേറ്ററുകളിൽ റിലീസ് ചെയ്തു. 300 കോടിയിലധികം രൂപയാണ് അന്ന് സ്വന്തമാക്കിയത്. ദൃശ്യം 3 കണ്ട മലയാളികൾക്കും അല്ലാത്തവരുമായ പ്രേക്ഷകർക്ക് ഹിന്ദി റീമേക്കിന് വേണ്ടി ഇപ്പോൾ കാത്തിരിക്കുകയാണ്. കാരണം മലയാളം ഒറിജിനൽ നിന്ന് കഥയിൽ വലിയ മാറ്റങ്ങളോടെയാണ് ഹിന്ദി റീമേക്ക് എത്തുക. ജിത്തു ജോസഫ് തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയതാണ്. ഹിന്ദി പ്രേക്ഷകരുടെ അഭിരുചി അനുസരിച്ച് തിരക്കഥയിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. എന്നാൽ ദൃശ്യം 3 വ്യത്യസ്തമാകുന്നത് എവിടെയാണ്? ദൃശ്യം ആദ്യ 2 ഭാഗങ്ങൾ പോലെയല്ല ജിത്തു 3 ഒരുക്കിയത്. ത്രില്ലിംഗ് ഘടകങ്ങൾ ഉണ്ടെങ്കിലും കേന്ദ്ര കഥാപാത്രമായ ജോർജ് കുട്ടിയുടെ മാനസിക തലത്തിലാണ് ചിത്രം പ്രാധാന്യം നൽകിയത്. ശരിക്കും ഹിന്ദി പതിപ്പ് വളരെ വ്യത്യസ്തമാണെന്നാണ് പറയുന്നത്. സിനിമയുടെ മലയാളം പതിപ്പിൽ നിന്നും വ്യത്യസ്തമായ കഥയാണ് ഹിന്ദി റീമേക്ക് എന്ന് സംവിധായകൻ പറയുന്നുണ്ട്. കൂടാതെ ഹിന്ദി പതിപ്പ് ഒരു ഫാമിലി ത്രില്ലറിനാണ് കൂടുതൽ ഊന്നൽ നൽകുന്നതെന്നും അഭിഷേക് പഥക് വ്യക്തമാക്കുന്നു. എന്തായാലും സിനിമാ മേഖലയിലുള്ളവർ ആവേശത്തിലാണ് ഒക്ടോബർ 2-നായി. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.